ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ കുസാറ്റിലെ അഡ്വാൻസ്ഡ് സെൻറ്റർ ഫോർ അറ്റ്മോസ്ഫിയറിക് റഡാർ റിസർച്ചിൻ്റെ ഡയറക്ടറായ ഡോക്ടർ എസ് അഭിലാഷാണ് ഉള്ളത്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അഭിലാഷ്. ഈ വീണ്ടും ഒരു പെരുമഴക്കാലത്താണ് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത്. ഇപ്പോൾ നമുക്ക് ഈ എല്ലാ കാലത്തും നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ച് ആശങ്കപ്പെടാറുണ്ട്, ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ ചോദിക്കാനുള്ളത്, ഇനി അങ്ങോട്ട് ഇങ്ങനെ ആയിരിക്കുമോ കേരളം എന്നതാണ്. അങ്ങനെ ആയിരിക്കുമോ? അതിൻ്റെ സൂചനകളാണ് തീർച്ചയായിട്ടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ 10 വർഷത്തെ മഴയുടെ പെയ്ത്ത് രീതിയുടെ മാറ്റം നമ്മൾ പല അവസരങ്ങളിലായിട്ട് ഒരുപക്ഷെ നമ്മൾ പല അവസരങ്ങളിലും ചർച്ച ചെയ്തിട്ടുണ്ട്. 2018 ശേഷം നമ്മുടെ മൺസൂൺ മഴയിൽ കാര്യമായ മാറ്റങ്ങളാണ് ഉണ്ടായത്. അതിനു മുമ്പ് തന്നെ ആഗോളതലത്തിലുണ്ടായ മാറ്റങ്ങൾ കേരളത്തിൽ പ്രതിഫലിച്ച് തുടങ്ങിയിട്ട് ഒരു 10 വർഷമേ ആവുന്നുള്ളൂ. അവിടെ സംഭവിച്ചത് നമുക്കിപ്പോൾ അറിയാം. നമ്മളിപ്പം ഈ വലിയ വെള്ളപ്പൊക്കത്തിൻ്റെ ഇടയിൽ നിന്നും അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ നടുക്ക് നിന്ന് സംസാരിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, സീസണൽ മൺസൂൺ മഴയിൽ ഏകദേശം 36% മഴക്കുറവായിരുന്നു നമ്മുടെ ഈ ഒരു സ്പെല്ല് തുടങ്ങുന്നതിന് മുമ്പുണ്ടായിരുന്നത്. അത് ഈ ഒരു 2 സ്പെല്ല് കൊണ്ട് അത് 24% കുറഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, മൺസൂൺ സീസണിൽ കിട്ടേണ്ട മഴയിൽ വലിയ കുറവാണ് ഇപ്പോഴും ഉള്ളത്. അപ്പോൾ ആ ഒരു അവസരത്തിലാണ് നമുക്ക് ഈ ഒരു എക്സ്ട്രീമായിട്ടുള്ള മഴ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. നമുക്ക് എല്ലിനോ ആയതുകൊണ്ട് അറിയാം, ഇന്ത്യ മുഴുവനും അല്ലെങ്കിൽ കേരളത്തിലും മഴക്കുറവാകുന്നു എന്നാണ് നമുക്ക് ഒരു ധാരണ. പക്ഷേ ഇതിനുള്ളിൽ വരുന്ന മഴയുടെ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കാലം മഴ മാറി നിൽക്കുന്ന, നീണ്ട ഇടവേളകളിൽ മഴ മാറി നിൽക്കുന്നു. അതിനുശേഷം വരുന്ന മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു ചുരുങ്ങിയ ഉള്ളിലുണ്ടാകുന്ന അതിതീവ്ര മഴയായിട്ട് വരുന്നു. അപ്പം അന്ന് തന്നെ രാത്രി 9 മണിക്ക് ശേഷം രാവിലെ 8 മണി വരെയുള്ള മഴയാണ് ഏകദേശം 250-300 മില്ലിമീറ്റർ മഴയെന്ന് പറഞ്ഞത്. അത് പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ജില്ലകളുടെ വൃഷ്ടിപ്രദേശങ്ങൾ, പ്രത്യേകിച്ചും നദികളുടെ പ്രദേശങ്ങളിൽ വലിയ തോതിലുള്ള മഴയായിരുന്നു. അതിതീവ്രമായിട്ടുള്ള ഗണത്തിൽപ്പെടുത്താവുന്ന മഴയാണ്. അപ്പം ഇത്തരത്തിലുള്ള മഴയുടെ പെയ്ത്ത് രീതി മാറുന്നു. അതായത് മഴ ദിനങ്ങൾ കുറയുന്നു, മഴകളുടെ ഇടവേളകൾ കുറയുന്നു. സീസണൽ മഴ കഴിഞ്ഞ കുറേ വർഷമായിട്ട് മൺസൂൺ എടുത്തു കഴിഞ്ഞാൽ 15 മുതൽ 20% മഴയുടെ കുറവാണുള്ളത്. പക്ഷേ ഈ അവസരത്തിലാണ് ഇപ്പോൾ 2024 നമ്മുടെ മുണ്ടകയിലുണ്ടായ ദുരന്തത്തിൻ്റെ സമയത്താണെങ്കിൽ പോലും 15% മഴയുടെ കുറവാണ്. പക്ഷേ വരുന്ന മഴയെന്ന് പറയുന്നത് അതിതീവ്ര ഗണത്തിൽപ്പെട്ട മഴയാണ്. അപ്പോൾ ഇതിന് താങ്ങാനുള്ള ശേഷി നമ്മൾ 18-ലും 19-ലും 21-ലും ഒക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇതിനെ താങ്ങാനുള്ള ശേഷി നമ്മുടെ പശ്ചിമഘട്ടത്തിന് ഓവർ ദി ഇയേഴ്സ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ മഴയെ മാത്രം നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഒരു ചെറിയ മഴ പോലും, ഞാൻ പറയാമല്ലോ, സാധാരണ ഒരു മൺസൂൺ കാലഘട്ടത്തിൽ ഒരു 3-4 സ്പെല്ലായിട്ട് ഇത്തരം മൺസൂൺ സജീവ കാലഘട്ടത്തിലേക്ക് കടക്കുന്ന അവസരത്തിൽ നമുക്ക് ഇത്തരം സ്പെല്ലുകൾ കിട്ടാറുണ്ട്. 2018 ഉണ്ടായിട്ടുണ്ട്, 19 ഉണ്ടായിട്ട്. എല്ലാ മൺസൂൺ സമയത്തും ഇത്തരം ഒരു സജീവ കാലഘട്ടത്തോടനുബന്ധിച്ചിട്ടുള്ള മഴ ലഭിക്കാറുണ്ട്. അപ്പോൾ അതിനനുബന്ധിച്ച് ഒരു ദിവസം പോലും അല്ലെ 2 ദിവസം പോലും മൺസൂൺ സജീവ കാലഘട്ടത്തിലേക്ക് കടന്നപ്പോൾ നമ്മുടെ പ്രകൃതിക്കും നമ്മുടെ പരിസ്ഥിതിക്കും അല്ലെങ്കിൽ നമ്മളുടെ ലാൻഡിനും ഈ മഴയെ താങ്ങാൻ പറ്റാത്ത അല്ലെങ്കിൽ ഈ മഴയെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിയെന്നുള്ളതാണ്. അതിനകത്ത് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ 1950 മുതൽ ഇങ്ങോട്ട് ഘട്ടം ഘട്ടമായി വന്ന മാറ്റമാണ് എന്ന് പൊതുവെ ഇപ്പോൾ പറയുന്നുണ്ട്. പല പഠനങ്ങളും അങ്ങനെ സൂചിപ്പിക്കുന്നു എന്ന്. അപ്പോൾ നമ്മളുടെ തയ്യാറെടുപ്പിൻ്റെ ഒരു പ്രശ്നം തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കൂടുതൽ വ്യക്തമാവുകയല്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മഴയെ മാത്രമോ അല്ലെങ്കിൽ മഴയുടെ പ്രവചനത്തെയോ മാത്രം കുറ്റം പറഞ്ഞു. അതാണ് നമ്മൾ ഈ കഴിഞ്ഞ 10 വർഷം മഴയുടെ അതിതീവ്ര മഴ, മേഘവിസ്ഫോടനം എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പാർട്ടായിട്ട് ലോകമെമ്പാടും ഇപ്പം ഇന്ത്യയിൽ തന്നെ മൺസൂൺ മഴ കുറവാണെന്ന് എല്ലിനോ എന്നൊക്കെ പറഞ്ഞ അവസരത്തിൽ പോലും നമുക്കറിയാം, ഗുജറാത്തിലും മുംബൈയിലും അരുണാചൽ പ്രദേശിലും ആസാമിലുമൊക്കെ വലിയ പ്രളയങ്ങളാണ് സൃഷ്ടിച്ചത്. മുംബൈയിലും ഗുജറാത്തിലുമൊക്കെ ഒരു ദിവസം 1000 മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചിട്ടുണ്ട്, ഒറ്റ ദിവസമാണ്. അപ്പോൾ ഇത്തരത്തിൽ മഴ മാറുന്നുണ്ട്. അപ്പം ഇതിൽ നിന്ന് നമുക്കൊരു ഒളിച്ചോടാൻ സാധിക്കില്ല. ഇപ്പം ഇത്തരത്തിലാണ് മഴയുടെ പാറ്റേൺ ഉണ്ടാകുന്ന ചേഞ്ച്. ഇതിനനുസരിച്ച് നമുക്ക് പൊരുത്തപ്പെടാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കൊരു വസ്തുത. കാരണം മഴ ഇനിയും വരും, ഇനിയും സജീവ കാലഘട്ടങ്ങൾ ഉണ്ടാകും. ഒരുപക്ഷെ ഈ മൺസൂൺ സീസണിൽ തന്നെ വീണ്ടും ഒരു സജീവ കാലഘട്ടം ഉണ്ടായേക്കാം. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ
അക്കോമഡേറ്റ് ചെയ്യും. ഈ എക്സസ് വാട്ടറിനെ, ഈ ഒഴുകി വരുന്ന ആ അധിക ജലത്തെ, നമുക്കറിയാമല്ലോ ഓവർ ദി ഇയേഴ്സ് നമുക്ക് 8 ലക്ഷം ഹെക്ടർ ഉണ്ടായിരുന്ന നെൽവയലുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, 2 ലക്ഷമായിട്ട് കുറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ഓവർ ദി ഇയേഴ്സ് നമ്മുടെ ഈ വേമ്പനാട് ലേക്കിലായാലും അല്ലെങ്കിൽ മറ്റ് ജലാശയങ്ങളുടെ വിസ്തൃതി നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റി കുറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ സിറ്റി അല്ലെങ്കിൽ നഗരപ്രദേശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ വെള്ളം കയറി കിടക്കേണ്ട ചതുപ്പ് നിലങ്ങളും വെറ്റ്ലാൻഡ്സും ഒക്കെ വളരെയധികം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ റിവർ ബെഡുമായിട്ട് ബന്ധപ്പെട്ട് പ്രളയജലം ഒഴുകി വരുമ്പോൾ പരന്നൊഴുകി കിടന്നിരുന്ന റിവർ ബെഡുകളെല്ലാം ഇപ്പം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ക്യുമുലേറ്റീവ് എഫക്റ്റാണ്. മഴ മാറുന്നുണ്ട്, മഴയുടെ ഇൻറ്റൻസിറ്റി കൂടുന്നുണ്ട്, അതൊരു വശത്ത് നിൽക്കുന്നു. പക്ഷേ സീസണൽ മഴയിൽ വലിയ മാറ്റം വരുന്നില്ല. മഴ വരുന്നത് മൊത്തവും ഒരു അതിതീവ്ര മഴയുടെ ഗണത്തിൽപ്പെടുത്താം. പക്ഷേ ഈ തരത്തിലുള്ള മഴയെ അക്കോമഡേറ്റ് ചെയ്യാൻ പണ്ട് കാലത്ത് നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടായിരുന്ന പല പ്രകൃതിദത്ത സംവിധാനങ്ങളും ഓവർ ദി ഇയേഴ്സ് നമ്മുടെ ഡെവലപ്മെൻറ്റിൻ്റെ ആവശ്യത്തിനായിട്ടും അല്ലെങ്കിൽ മനുഷ്യൻ്റെ ആവശ്യത്തിനുമായിട്ടും ഒക്കെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു ക്യുമുലേറ്റീവ്, ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചറിയാം, നമ്മുടെ വീടുകളിൽ ഇപ്പം വെള്ളം താഴുന്ന ഒരു പ്രതിഭാസമില്ല. എല്ലാ വീടുകളിലും മുഴുവൻ ഈ പേവിംഗ് ബ്ലോക്ക് ഇട്ടിട്ട് ഒഴുകുന്ന വെള്ളം താഴേക്ക് പോകാതെ അവരുടെ വീട്ടുമുറ്റത്ത് തന്നെ വെള്ളക്കെട്ടുണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. ആ വെള്ളമാണ് നേരെ റോഡിലേക്ക് ഒഴുകിപ്പോകുന്നത്. ഓടകൾ, ഡ്രെയിനേജ് സിസ്റ്റം പ്രോപ്പറല്ല. കാരണം നഗരത്തിലേക്ക് വന്നാലൊക്കെ പണ്ട് കാലത്ത് 100 മില്ലിമീറ്റർ മഴ ഒരു ദിവസം കിട്ടുന്ന സ്ഥലത്ത് 100 മില്ലിമീറ്റർ മഴ 1 മണിക്കൂർ കിട്ടുന്ന അവസരമാണിപ്പോൾ. അപ്പോൾ ഈ അവസരത്തിലാണ് നമ്മുടെ ഡ്രെയിനേജ് സിസ്റ്റം എഫിഷ്യൻ്റ് അല്ല. അതോടൊപ്പം തന്നെ നഗരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കനാൽ സിസ്റ്റം ഉണ്ട്. ഇത് ഓവർ ദി ഇയേഴ്സ് 3-4 മീറ്റർ വീതിയുള്ള കനാലുകളെല്ലാം ചുരുങ്ങി 1-2 മീറ്റർ വീതിയാക്കി മാറ്റി. എന്നിട്ട് അതിൻ്റെ മുകളിൽ സ്ലാബുകളിട്ട് അത് റോഡാക്കി മാറ്റുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു ക്യുമുലേറ്റീവ് എഫക്റ്റാണ്. ഒരു ചെറിയ മഴ പോലും താങ്ങാൻ പറ്റാത്ത സ്ഥിതിവിശേഷത്തിലേക്ക് കേരളത്തിൻ്റെ പരിസ്ഥിതി അല്ലെങ്കിൽ കേരളത്തിൻ്റെ രീതികൾ മാറി. അപ്പം കേരളത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഇനിയും ഇതിൽ എന്തൊക്കെ മാറ്റങ്ങൾ നമ്മൾ വരുത്താം എന്നതിനെ ആശ്രയിച്ചിരിക്കും. അല്ലെങ്കിൽ ഈ കൈത്തോടുകളും എല്ലാം ഏതാണ്ട് അടഞ്ഞിരിക്കുന്നു. നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ ചതുപ്പുകളില്ലാതെയായി ഈ പാടങ്ങൾ വല്ലാതെ നികത്തപ്പെടുന്ന ഒരു സ്ഥിതിയുണ്ടായി. വേമ്പനാട് കായലിൻ്റെ സംഭരണശേഷി കുറഞ്ഞു, അവിടേക്ക് ഒഴുകിയെത്തുന്ന വഴികളിലെ ഈ പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുന്നു. ഇതിനൊപ്പം തന്നെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ നമ്മുടെ വികസനത്തിൻ്റെ ഭാഗമായി നമ്മൾ ഈ റോഡ് പണിയൊക്കെ നടന്നതോടെ ഈ മലയിലൊക്കെ പെയ്യുന്ന വെള്ളം മുമ്പൊക്കെ വരുന്നതിനേക്കാൾ വേഗത്തിൽ ഈ കായൽ പ്രദേശങ്ങളിലേക്കോ അല്ലെങ്കിൽ ഈ അപ്പർ കുട്ടനാട് മേഖലയിലേക്കോ ഒക്കെ ഒഴുകിയെത്തുന്ന ഒരു സ്ഥിതിയുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി കണ്ടു. ഇതും ഒരു പരിധിവരെ ശരിയായിരിക്കില്ലേ? ശരിയാണ്, എക്സാക്ട്ലി അതാണ് സംഭവിക്കുന്നത്. കാരണം റൺ ഓഫ് വെള്ളത്തിൻ്റെ ഉപരിതലത്തിലൂടെ വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടുന്നു എന്നുള്ളതാണ് അതിലൊരു കാരണം. അതിനെ നിർണ്ണയിക്കുന്ന ഒരു കാരണം മഴയുടെ ഇൻറ്റൻസിറ്റി തന്നെയാണ്. അതിതീവ്രമായിട്ടുള്ള മഴ വരുമ്പോൾ മണ്ണിന് അത് സ്വാഭാവികമായിട്ടും നമ്മുടെ മണ്ണ് പ്രീവിയസ് മഴ കൊണ്ട് സാച്ചുറേറ്റഡ് ആകുന്നതുകൊണ്ട് മണ്ണിലധികം ആഗിരണം ചെയ്യപ്പെടുകയില്ല. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ ഡീഫോറസ്ട്രേഷൻ, നമ്മുടെ ലാൻഡിൽ വരുത്തിയുള്ള മാറ്റങ്ങൾ, ഈ കുറേ നാളായിട്ടുണ്ടായിട്ടുള്ള അതിതീവ്ര മഴയുടെ ഫലമായിട്ട് നമ്മുടെ മേൽമണ്ണിലുള്ള ഫലഭൂയിഷ്ഠമായിട്ടുള്ള മേൽമണ്ണ് വളരെയധികം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ പശ്ചിമഘട്ടത്തിന് വെള്ളത്തെ അബ്സോർവ് ചെയ്ത് വെക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു. അപ്പോൾ സംഭവിക്കുന്നത് ഹർഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ വേഗത്തിൽ തന്നെ മഴ പെയ്യുന്നതിന് ശേഷം ഉടനെ തന്നെ വെള്ളം ഡൗൺ സ്ട്രീമിൽ എത്തുന്ന തരത്തിലേക്ക് മാറിയിരിക്കുകയാണ്. റൺ ഓഫ് കൂടുന്നു. അതായത് മഴ പെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഭൂവിനിയോഗത്തിലുണ്ടാകുന്ന മാറ്റം കൂടെ കാരണം മഴ പെയ്യുന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ, പണ്ട് കാലത്ത് മഴ പെയ്തിട്ട് 2, 3, 4 മണിക്കൂർ കളഞ്ഞു. കാരണം കേരളത്തിൻ്റെ നദികളുടെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റീപ്പ് സ്ലോപ്പാണ്. ഒരു 20 ഡിഗ്രി 30 ഡിഗ്രി സ്ലോപ്പ് ഉള്ളത് കൊണ്ട് മഴ പെയ്യുന്നത് വളരെ വേഗം തന്നെ കടലിലേക്ക് ഒഴുകിപ്പോകും. അതുകൊണ്ടാണ് നമുക്ക് വലിയ ഫ്ലഡൊന്നും സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നത്. പക്ഷേ ഈ ഒഴുക്കിൻ്റെ വേഗത കൂടുന്നത് കൊണ്ട് സംഭവിക്കുന്നത് ഈ ഒഴുകി വരുന്ന വെള്ളം കയറിക്കിടക്കാൻ സ്ഥലമില്ലാത്ത ഇതുകൊണ്ട് താഴെ ഡൗൺ സ്ട്രീമിൽ പലപ്പോഴും അത് ഫ്ലഡായിട്ട് മാറുക എന്നുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഒരു കാര്യം കൂടിയുള്ളത്, ഈ നമുക്ക് ഈ കാലാവസ്ഥ പ്രവചനവുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും ആളുകൾ പലപ്പോഴും വിമർശിക്കുന്ന, മുമ്പ് സ്ഥിരമായി പറഞ്ഞു കേട്ടിരുന്നതാണ്, ഇപ്പോൾ അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതായത് മഴ പെയ്യാനും പെയ്യാതിരിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്ന മട്ടിലാണ് എപ്പോഴും കാര്യങ്ങൾ സംഭവിക്കുന്നത്. പക്ഷേ അതിന് കുറേ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറേ കൂടി വളരെ കൃത്യമായ പ്രവചനങ്ങൾ വരാറുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ അതിതീവ്ര മഴ ചെറിയ പ്രദേശത്തുണ്ടാകുന്ന അതിതീവ്ര മഴ, ചിലപ്പോൾ 1-2 കിലോമീറ്റർ പ്രദേശത്ത് മാത്രം വലിയ മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. അത് പ്രവചിക്കാനുള്ള സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ ആ സാങ്കേതിക വിദ്യയിലേക്ക് നമ്മൾ വികസിച്ചിട്ടുണ്ടോ? അതിനുള്ള സൗകര്യം എവിടെയുണ്ടോ?
തീർച്ചയായും അത് പ്രസക്തമായ ഒരു ചോദ്യമാണ്. കാരണം മഴയുടെ പ്രവചനം വളരെ ആക്യുറേറ്റ് ആകേണ്ടതായിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ 2018 ഓഗസ്റ്റ് മാസത്തിലേക്ക് ഒരു 5-6 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് റെഡ് അലേർട്ട് ആയിരുന്നു കൊടുത്തിരുന്നത്. കാരണം നമ്മൾ സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം. ഇപ്പോൾ 2019 ഈ കവലപ്പാറ പുത്തുമല ദുരന്തം നടന്നപ്പോഴും, പിന്നെ 2020 അർഷന് ഡയറക്റ്റായിട്ട് അറിയാവുന്നതാണ്, നമ്മുടെ മൂന്നാർ പെട്ടുപിടിയിൽ ദുരന്തം നടന്നപ്പോഴും, 2021 കുട്ടിക്കൽ കൊക്കയാർ ദുരന്തം നടന്നപ്പോഴും, എന്തിനാണ് പറഞ്ഞത് 2024 മുണ്ടകൈ ദുരന്തം നടന്നപ്പോഴും നമുക്കുണ്ടായിരുന്നത് ഓറഞ്ച് അലർട്ടാണ്. ഓറഞ്ച് അലർട്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു റെഡ് അലർട്ടിന് താഴെ വരുന്ന ഒരു സിസ്റ്റമാണ്. അതായത് 200 മില്ലിമീറ്റർ അതിതീവ്ര മഴ വരെ പ്രതീക്ഷിക്കാവുന്ന ഒരു സിറ്റുവേഷനാണ് ഓറഞ്ച് അലർട്ട് കൊണ്ട് പ്രവചിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരം പ്രവചനങ്ങൾക്ക് പരിമിതിയുണ്ട്. ഇത് കൂടുതൽ മെച്ചപ്പെടേണ്ടതായിട്ടുണ്ട്. കാരണം അർഷൻ സൂചിപ്പിച്ചതുപോലെ മഴയുടെ പ്രവചനങ്ങൾ പൊതുവേ കൊടുക്കുന്നത് ഒരു ജില്ല കേന്ദ്രീകരിച്ചാണ്. അപ്പം നമ്മൾ ഇടുക്കി ജില്ലയ്ക്ക് ഒരു ഓറഞ്ച് അലർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ മൂന്നാർ ഭാഗത്ത് മഴ ഉണ്ടാകത്തില്ല, ഉടുമ്പൻചോല അല്ലെങ്കിൽ പീരുമേട് ഭാഗത്തായിരിക്കും അതിതീവ്രമായിട്ടുള്ള മഴ. അപ്പം ജില്ല കേന്ദ്രീകരിച്ചുള്ള മഴ മുന്നറിയിപ്പ് കൊണ്ട് നമുക്ക് പ്രാദേശികമായിട്ട് മഴകൾ കേന്ദ്രീകരിക്കുന്ന ഈ ഒരു അവസരത്തിൽ നമുക്ക് എഫിഷ്യൻ്റായിട്ട് അതിനെ ഗ്രൗണ്ടിൽ അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻ കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. അത് നമ്മൾ കൂടുതൽ മെച്ചപ്പെടുത്തിക്കൊണ്ട് ഒരു ബ്ലോക്ക് അടിസ്ഥാനത്തെങ്കിലും ഉള്ള ഒരു പ്രവചന സംവിധാനത്തിലേക്ക് നമ്മൾ മാറേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ കേപ്പബിലിറ്റി നമ്മൾ ഓവർ ദി ഇയേഴ്സ് നമ്മൾ കേരളത്തിലും ഇത്തരം കാലാവസ്ഥാ റഡാറുകളും അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഒക്കെ ഈ മോഡലിംഗ്, അതായത് ക്ലൈമറ്റ് മോഡൽസ് കൊണ്ട് ഇത് പ്രെഡിക്റ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഓവർ ദി ഇയേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധ ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് ഒരു പ്രാദേശിക അടിസ്ഥാനത്തിലേക്കുള്ള മുന്നറിയിപ്പുകൾ കൊടുക്കാൻ പറ്റുന്ന തരത്തിലേക്ക് നമുക്ക് കാലാവസ്ഥാ ശാസ്ത്രം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് എത്രയും വേഗം കേരളത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. റൈറ്റ്. എന്തായാലും സമയപരിമിതിയുണ്ട്, അല്ലെങ്കിൽ കുറേ കൂടി കാര്യങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ പ്രേക്ഷകർക്ക് കേൾക്കാനും താല്പര്യം ഉണ്ടായിരുന്നിരിക്കണം. പക്ഷേ തൽക്കാലം നമുക്കിവിടെ അവസാനിപ്പിക്കാം. വളരെ നന്ദി ഡോക്ടർ അഭിലാഷ് ഈ ഘട്ടത്തിൽ സഹകരിച്ചതിന്.